നമസ്കാരം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത ഒരു അനുഭവം ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. മലയാളത്തിൽ ചൊല്ലുണ്ട് കണ്ണം വഴി ഓടുക എന്ന്. അക്ഷരാർത്ഥത്തിൽ കണ്ണം വഴി ഓടിയ ഒരു രസകരമായ കഥയാണിത്. ഈ കഥയിൽ ഉമ്മൻചാണ്ടി സാറുണ്ട്, ഞാനുണ്ട്. ഞാനന്ന് UDF നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മത്സരത്തിൽ ജയിച്ച് കഴിഞ്ഞുള്ള ഒരു അനുഭവമാണ്. അപ്പം അങ്ങനെ ഈ കണ്ടം വഴി ഓടുക എന്ന് പറയുന്നത് വെറും വാക്ക് മാത്രമല്ല, അനുഭവത്തിൽ അത് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. കണ്ടം വഴി എന്ന് പറയുന്നെങ്കിലും കണ്ടം വഴിയല്ല, റോഡ് വഴിയാണ് ഓടിയത്. പക്ഷേ മലയാളത്തിൽ ഭാഷാപ്രയോഗമാണ് കണ്ടം വഴി ഓടുക. അത് അക്ഷരാർത്ഥത്തിൽ ഓടിയ ഒരു അനുഭവമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് PT ഉഷയ്ക്ക് പകരമായി ഓടിയൊരു കഥ പറഞ്ഞു. PT ഉഷയെക്കാളും സ്പീഡിൽ ഓടിയ കഥ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ധരിക്കും സ്ഥിരമായ ഓട്ടക്കാരനാണ് ഞാനെന്ന്. അങ്ങനെ വലിയ സ്ഥിരമായ ഓട്ടമൊന്നുമില്ലെങ്കിലും ഒരു കാര്യമുണ്ട്, ഇത് ഒരിക്കലും മറക്കാത്ത നല്ല ഒരു ഓട്ടമായിരുന്നു. ഒരുപക്ഷെ ഇത്തരം ഓട്ടങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ഏതായാലും ഇതൊരിക്കലും മറക്കാത്തൊരു ഓട്ടമാണ്. അത് ഓടിയത് മീനടവ് എന്ന് പറയുന്ന ഞാൻ താമസിക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഞാൻ ആ ഒരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിന്റെ യാത്രയിൽ ഒട്ടേറെ അനുഭവങ്ങൾ പലപ്പോഴും മനസ്സിൽ കടന്നു വരുന്നതിൽ ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അത് വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങളായി. ഇന്ന് ഈ ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ഒരു രസകരമായ അനുഭവമുണ്ട്. സാധാരണ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും തുറന്നു പറയാം, ഈ പ്രതിഷേധ യോഗത്തിൽ എങ്ങനെ പ്രസംഗിക്കണമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എൻ്റെ വാക്കുകൾക്ക് അത്രയും മൂർച്ച പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ യോഗങ്ങളിൽ വളരെ അപൂർവമായി മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. ഇത് ഞാൻ ആദ്യം ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നത് 2000-ലാണ്. അന്ന് ആദ്യമായി എൻ്റെ കന്നി മത്സരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അത് ഇപ്പോഴത്തെ ഞാൻ ജയിച്ച നിയോജക മണ്ഡലത്തിലെ ഭാഗങ്ങളും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മീനടവും പാമ്പാടി പഞ്ചായത്തിൻ്റെ ഏതാനും ഭാഗങ്ങളും ചേർന്ന ഒരു ഡിവിഷനായിരുന്നു കങ്ങഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന്റെ നിയോജക മണ്ഡലത്തിന്റെ 2 പഞ്ചായത്തുകളുടെ ഏതാനും ഭാഗങ്ങൾ, പിന്നെ പഴയ വാഴൂർ നിയോജകമണ്ഡലത്തിന്റെ, അന്നത്തെ വാഴൂർ നിയോജകമണ്ഡലത്തിന്റെ 3-4 പഞ്ചായത്തുകൾ ചേരുന്നതായിരുന്നു കങ്ങഴ ഡിവിഷൻ. അന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ മീനടം പഞ്ചായത്തിലെ മോസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മോസ്കോ എന്ന് പറയുന്ന സത്യത്തിൽ ഞാൻ താമസിക്കുന്ന ഈ കറുകച്ചാൽ പഞ്ചായത്തിന്റെയും മീനടത്തിന്റെയും കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. വളരെ അടുത്താണ്. ഈ ചമ്പക്കര എന്ന് പറയുന്ന പ്രദേശവും മീനടവുമായിട്ട് വലിയ അകലമില്ല. അപ്പൊ അവിടെ തലേ ദിവസമാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അതിക്രമം ഉണ്ടാകുകയും ജയിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പ്രതിഷേധ യോഗം അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടകൻ ഉമ്മൻചാണ്ടി സാറായിരുന്നു. എന്നെ കൂടി വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്തും അന്നത്തെ ഒരു രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം കൂടി എന്നോടൊപ്പം വരാൻ തയ്യാറായി. അദ്ദേഹം അന്ന് പാർട്ടിയുടെ തൊഴിലാളി വിഭാഗത്തിന്റെ ജില്ലാതലത്തിലുള്ളൊരു നേതാവ് കൂടിയായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ചെല്ലുന്നു. ഉമ്മൻചാണ്ടി സാറ് വളരെ സൗമ്യമായി എല്ലാവരും യോജിച്ച് മുമ്പോട്ട് പോകണമെന്നൊക്കെയുള്ള ഒരു നല്ല നിർദ്ദേശം മുമ്പോട്ട് വെച്ചുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ ഏതാണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു പ്രസംഗം വന്നു. ഞാനും ഏതാണ്ട് അതിന്റെ ചുവട് പിടിച്ച്, അധികം ആവേശമൊന്നും ഇല്ലാതുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു എൻ്റേത്. എൻ്റെ പ്രസംഗം തീർന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് സന്ധ്യയാകുന്നു. ആൾക്കാർക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു ഘട്ടമാണ്. അപ്പോഴാണ് എന്നോടൊപ്പം ഉള്ള എൻ്റെ സുഹൃത്ത്, ഈ അന്നത്തെ ഒരു ജില്ലാതല നേതാവാണ്, അദ്ദേഹം പറഞ്ഞു, എനിക്കൂടെ 2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം 2 വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി അനൗൺസ് ചെയ്തു.
അദ്ദേഹം പക്ഷേ മുൻപ് സംസാരിച്ചവരിലെല്ലാം വ്യത്യസ്തനായി. അദ്ദേഹത്തിൻ്റെ ഭാഷയും രീതിയും എല്ലാം അങ്ങ് മാറി. അദ്ദേഹം പറഞ്ഞു, തിരിച്ചു പോകാനല്ല വന്നിരിക്കുന്നത്, വേണ്ടി വന്നാൽ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ മുമ്പ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരാം, ഉടനെ തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വളരെ ആക്രോശിച്ചുകൊണ്ടുള്ള പ്രസംഗം അദ്ദേഹം അങ്ങ് തകർത്ത് വാരുകയാണ്. ഞാൻ സത്യത്തിൽ വേദിയിലിരുന്ന് അന്തം വിട്ട്, ഇത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രതിഷേധ യോഗത്തിൽ വന്ന് വെല്ലുവിളിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നും അത്രയില്ല. ഏതായാലും അപ്പോഴത്തേക്ക് സംഭവിച്ചപ്പോൾ ഇരുട്ടായി. ഈ ആളുകളെ തിരിച്ചറിയാൻ വയ്യാത്ത സമയമായി. ലൈറ്റ് പെട്ടെന്ന് സപ്ലൈ ഓഫായി. സപ്ലൈ ഓഫായി കഴിഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് അവിടെ ഒരു വലിയ കോലാഹലമാണ്. ഈ ഇരു വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നം. ഞാൻ സ്റ്റേജിലായിരുന്നു. എനിക്ക് സത്യത്തിൽ നല്ല ഭയമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജിന്റെ പുറകെ കൂടെ ചാടുകയാണ് ബുദ്ധി. ഈ സ്റ്റേജാണ് സാമാന്യം നല്ല പൊക്കത്തിലാണ് കിട്ടിയിരിക്കുന്നത്. താൽക്കാലികമായ സ്റ്റേജായിരുന്നെങ്കിലും ഞാൻ ഈ ബഹളത്തിനിടയിൽ ഇരുട്ടത്ത് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പുറകെ കൂടെ ചാടി മുമ്പോട്ട് നോക്കിയപ്പോൾ അതിലെ വന്ന അടി കിട്ടുമെന്ന് എനിക്ക് സംശയം. ഞാൻ ഉടനെ എന്ത് ചെയ്തു, അപ്പുറത്തൊരു മതിലുണ്ട്, മതിൽ ചാടി രക്ഷപ്പെടാമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ആ മതിൽ ചാടാനായിട്ട് ശ്രമിച്ചു. മതിലിൽ കൂടെ കയറി. അത്രയും പൊക്കമുള്ളൊരു മതിൽ എങ്ങനെ കയറിയെന്ന് എനിക്കറിയത്തില്ല. കയറി വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൾക്കാരുണ്ട്. അവിടെ സ്ത്രീകളായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് കാറാൻ തുടങ്ങി. ഏതോ ഒരു കള്ളൻ സന്ധ്യയ്ക്ക് മതിൽ കയറി വരുന്നു. ആ കാർച്ച കേട്ടപ്പോൾ ഞാൻ അതുവഴി ഇറങ്ങി, റോഡിൽ ഇറങ്ങി ഞാൻ ഓടി. ഞാൻ വന്നത് ഒരു പഴയ ജീപ്പായിരുന്നു. അന്ന് സമയത്ത് ജീപ്പേലായിരുന്നു. അപ്പൊ ഇലക്ഷൻ ഓടിയ ജീപ്പിന്റെ ആ ജീപ്പാണെങ്കിൽ അധികം വലിയ സ്പീഡിൽ പോവുകയില്ല, അത്യാവശ്യമുള്ള സ്പീഡിലൊക്കെ പോകും. അത്രയും പഴക്കമുള്ള ജീപ്പാണ്. ഞാൻ ഓടി, കുറേ ദൂരം ഓടി. എനിക്ക് വഴിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ആ പ്രദേശം മത്സരിക്കാൻ ചെല്ലുന്നു. കുറെ കഴിഞ്ഞ് ഇരുട്ടൊക്കെ ആയി. എനിക്ക് തിരിച്ചു പോകാൻ എനിക്ക് അധികം ദൂരമില്ല വീട്ടിലേക്ക്. പക്ഷെ ഞാനവിടെ വന്നപ്പോൾ ജീപ്പ് മാത്രം അവിടെ കിടപ്പുണ്ട്. ജീപ്പിന്റെ ഡ്രൈവർ ഇല്ല, എൻ്റെ കൂടെ വന്ന ആളുമില്ല. എവിടെ പോയി അന്വേഷിക്കാൻ പറ്റിയില്ല, കാരണം ചിലപ്പോൾ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാരോടെ ഏത് പാർട്ടിക്കാരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ അങ്ങനെ അതിൻ്റെ ചോട്ടിൽ പോയി ഇങ്ങനെ പമ്മി നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹവും മറ്റേ വണ്ടി ഓടിച്ച ആ ഡ്രൈവർ സുഹൃത്തും കൂടെ വന്നു കഴിയുമ്പോൾ ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞു, തിരിച്ചതിലേ പോകാൻ പറ്റുകയില്ല, ഇതിലെ നേരെ പോയാൽ മീനട പഞ്ചായത്ത് മാളിയേക്കടവ് കയറി അതിലേ പോയാൽ നമുക്ക് നേരെ മറ്റൊരു റോഡിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിലേ പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ചുരുക്കി ഭയമുണ്ട്. ഞാൻ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ ഏതാണ്ട് 8 മണി കഴിഞ്ഞ് കാണും. അപ്പൊ അവിടെ ഒരു ഹൈസ്കൂളുണ്ട്. ഈ ഹൈസ്കൂളിനടുത്ത് എത്തിയപ്പം ഉള്ളിലെ ഭയം നന്നായിട്ട് എന്നെ ഇങ്ങനെ ഉള്ളിൽ ഭയം നന്നായിട്ടുണ്ട്. എവിടുന്നൊക്കെയാണ് ഇത്, എന്തൊക്കെയാ സംഭവിക്കുന്ന തരത്തില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം രാവിലെ ഒരു സാഹചര്യത്തിലൂടെ വന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഇത്രയും നൂലാമാലകളൊന്നും തന്നെ എനിക്കിതുമായി ബന്ധപ്പെട്ട് അറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ പാരാഷ്ടതയും എനിക്കുണ്ടെന്നുള്ളതാണ് രസം. എന്താണേലും ഞങ്ങളങ്ങോട്ട് പോകുന്നു. അപ്പം നോക്കുമ്പം 4-5 പേര് വഴി നിൽപ്പുണ്ട്. അവരുടെ കയ്യിലെല്ലാം നല്ല നീളമുള്ള കമ്പുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഈ വാഹനം ഓടിച്ച ആ ഡ്രൈവർ സുഹൃത്ത് പറഞ്ഞു, അതവൻ നമ്മളെ തല്ലാനായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ വണ്ടി തിരിച്ചു വിടാൻ പറഞ്ഞു. തിരിച്ചു വിടാനായിട്ട് ആലോചിച്ചപ്പോൾ തിരിച്ചു പോകാനായിട്ട് പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചു ചെല്ലണം. പിന്നെ അപ്പോൾ എൻ്റെ കൂടെ വന്ന് സുഹൃത്ത് പറഞ്ഞു, രണ്ടും കൽപ്പിച്ച് വിട്ടു, നമുക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അവസാനം രണ്ടും കൽപ്പിച്ച് ഈ ഡ്രൈവർ വണ്ടി വളരെ സ്പീഡിൽ വിട്ടു. ആ നിന്നവര് ഞങ്ങളെ അങ്ങനെ കാര്യമായി പരിഗണിക്കൊന്നുമില്ല. അവര് വണ്ടി വരുന്ന കണ്ടോട്ട് സൈഡിലോട്ട് മാറി. സത്യത്തിൽ അവർ ഞങ്ങളെ തല്ലാനൊന്നും വന്നതല്ല. അവർ മറ്റെന്തോ ആവശ്യത്തിന് വടിയായിട്ട് ആ വഴി പോയി നിന്നതാണ്. മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അങ്ങനെ ഈ ബഹളമെല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ മറ്റു റോഡിൽ കൂടെ ഞാൻ വീട്ടിൽ വന്നു കയറി. ഞാൻ അന്ന് പറഞ്ഞു, ദയവായിട്ട് ഇത്തരം പരിപാടികളിൽ എനിക്ക് വലിയ മുൻപരിചയമില്ല. ഒന്നുകിൽ ഇത്തരം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒതുക്കത്തിൽ സംസാരിച്ചങ്ങ് പോയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള അപകടങ്ങളിൽ പോയി പെട്ടുപോകും. ഏതായാലും ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് മത്സരിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു.
ഏതാണ്ട് 2 മണിക്കൂർ നേരം അക്ഷരാർത്ഥത്തിൽ ശ്വാസം വിടാതുള്ള ഒരു പ്രകടനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിഷേധമാണ്. ഇതിനുശേഷം ഞാൻ രണ്ടാമത് മറ്റു കുറേ കാലങ്ങൾക്ക് ശേഷം MLA ആയി കഴിഞ്ഞ് എന്നെ കണ്ണൂർ ഒരു പ്രതിഷേധ യോഗത്തിൽ, അന്ന് ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ് കാറയിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, നന്നായി പറഞ്ഞോണം, ഒന്നും നോക്കണ്ട, വളരെ ശക്തമായി ആഞ്ഞടിച്ചോണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കിന്റെ പിൻബലത്തിൽ ആഞ്ഞടിക്കാൻ തയ്യാറായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പൊ എന്തൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് പോയി. അവിടെ ചെന്നു, മീറ്റിംഗ് സ്ഥലത്തിന്റെ അടുത്ത വണ്ടിയിലൊക്കെ ചെന്നിറങ്ങി. അപ്പൊ കുറച്ച് ആളുകളൊക്കെ എൻ്റെ വന്നു. അപ്പം ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായക്കട കയറി കഴിഞ്ഞപ്പം ഞങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ട ഒരാള് എന്നോട് ഒന്ന് ചെവി പറഞ്ഞു, പ്രസംഗിക്കുന്നതൊക്കെ കൊള്ളാം, ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞേച്ച് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ അങ്ങ് വീട്ടിൽ പോകാം, ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കേണ്ടതാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പൊക്കോണം, കൂടുതൽ ഇവിടെ വലിയ സംസാരത്തിനൊന്നും സാധ്യതയില്ല. ഇപ്പൊ ആ സ്റ്റേജ് കെട്ടിയതിന്റെ തൊട്ടടുത്തിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ സ്ഥലം കണ്ടോന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടു. അവിടെയാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിയത്. അറിയാമല്ലോ, കാര്യങ്ങളുടെയൊക്കെ ഏതാണ്ട് സ്ഥിതി അറിയാമല്ലോ. ആവിയില്ലാത്ത പണിക്കൊന്നും പോകണ്ട, കൂടെ വന്ന കക്ഷി പലതും പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് 2 പേർക്ക് തിരിച്ചു പോകാം, ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നതാണ്, ഉപദ്രവിക്കരുത്, ഇതിൻ്റെ ഇനി യാതൊരു ആവശ്യമുള്ളതല്ല, എങ്കിലും പരിപാടി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതോടുകൂടി ഞാൻ മനസ്സിൽ കരുതിയ ആശയങ്ങളെല്ലാം ഏതാണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വഴുതിപ്പോയി. ഞാൻ കുറച്ചുകൂടെ താത്വികമായ കാര്യങ്ങൾ സംസാരിക്കുന്ന വളരെ ഒരു നല്ല മര്യാദക്കാരനായിട്ട് ലോക സമാധാനത്തെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ സമാധാനം എങ്ങനെ രൂപീകരിക്കണമെന്നും മനുഷ്യന്റെ സ്നേഹത്തെക്കുറിച്ചും ഉള്ളൂരിൻ്റെ നവൈക്കുലുമയുടെ മനോഹരമായ മനുഷ്യനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ കവിതയിൽ പറയുന്ന പോലെ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ഒക്കെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗമൊക്കെ കഴിച്ച് ഞാൻ ഒരു വിധത്തിൽ അവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ കാറേ കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇയാളുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയല്ല ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്, ഇങ്ങനെയാണോ പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എന്നെ സംബന്ധിച്ചോളം പരിചയമില്ലാത്തൊരു മേഖലയാണ്, അറിയാൻ വയ്യാത്ത പണിക്ക് പോയാൽ പിന്നെ അത് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എനിക്ക് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ഈ പ്രസംഗത്തിനകത്ത്. ചിലര് ഇതേന്ന് കയറി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ജീവിതത്തെ ആദ്യത്തെ അനുഭവം പറഞ്ഞു. ഒരാളിനെ കൂട്ടത്തിൽ കയറ്റി എന്നുള്ളത് തെറ്റ് ചെയ്തുകൊണ്ട് മാത്രം 2.5 മൂക്കി പഞ്ഞി വെക്കുമെന്ന് പറഞ്ഞതിന് കിലോമീറ്റർ ഞാൻ ഓടി രക്ഷപ്പെട്ട ഒരു ജീവിത കഥയുണ്ട്. ഈ അനുഭവമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് അതൊക്കെ പിന്നെ നാട്ടിനടുത്തായിരുന്നത് കൊണ്ട് വലിയ ദൂരമില്ലാതെ രാത്രി തന്നെ വീട്ടിൽ ചെന്ന് പറ്റാം. ഈ കണ്ണൂരിൽ നിന്നൊക്കെ എത്ര ഓടിയാലും ഞാൻ അങ്ങ് എത്തിച്ചേരുകയില്ല. ഏതായാലും സന്തോഷം, പറഞ്ഞതുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആ 2ാമത്തെ പ്രതിഷേധ യോഗവും അവസാനിപ്പിച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, പ്രതിഷേധ യോഗങ്ങളിൽ പങ്കെടുക്കാൻ, മറ്റെല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ ആ യോഗത്തിന്റെ ഒരു രീതിയിൽ സംസാരിക്കാനൊക്കെ ദൈവം സഹായിച്ച് കുറേയൊക്കെ അറിയാമെങ്കിലും ഇന്നും പ്രതിഷേധ യോഗങ്ങളിൽ ഞാൻ പോയാൽ ആ പ്രതിഷേധ യോഗത്തിന്റെ എല്ലാ ഗൗരവവും, അത് കൊണ്ട് നടത്തുന്ന ആളുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം കെട്ടുപോയി വളരെയേറെ നിർജീവമായ ഒരു പ്രസംഗം കേൾക്കാവുന്നതിനപ്പുറത്തേക്ക് എൻ്റെ പ്രതിഷേധ പ്രസംഗങ്ങൾ ഒരിക്കലും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കൊള്ളുകയില്ലാത്ത ഏറ്റവും മോശമായ പ്രസംഗങ്ങളാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ആവേശമോ തീക്ഷ്ണതയോ അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഒരു കുറെ കൂടെ ആഴത്തിലും പരപ്പിലും ഒക്കെ സംസാരിക്കാൻ കഴിയുന്നത് പ്രതിഷേധ യോഗങ്ങളിൽ മാത്രം പലപ്പോഴും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെൻ്റെ ഒരു പക്ഷേ വ്യക്തിപരമായി എൻ്റെ പൊതു ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ്. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഇത്തരം 1-2 പ്രതിഷേധത്തോടു കൂടി പരമാവധി ആളുകൾ, ഞാൻ ഏത് സംവിധാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണെങ്കിലും എൻ്റെ സംവിധാനത്തിലാണെങ്കിലും പ്രതിഷേധ യോഗങ്ങളിൽ പരമാവധി എന്നെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കും. ഈ അഥവാ വിളിച്ചാൽ തന്നെ ഏറ്റവും അവസാനം കാണികൾ പോകാറാകുന്ന സമയത്തായിരിക്കും എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് മൈക്കുകാരനും ഞാനും സംഘാടകരും ഒഴിച്ച് ബാക്കി എല്ലാവരും അധികം പേര് കേൾക്കുകയില്ല. പിന്നെ ഭയം ഇത് മാത്രമേ ഉള്ളൂ, തിരിച്ച് പോകാനുള്ളൊരു സംവിധാനം എല്ലാം ഒരുക്കിയിട്ട് മാത്രമേ, ഇപ്പൊ പഴയ പോലെ ഓടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനുള്ള സംവിധാനം എല്ലാം ഒരുക്കി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രമേ പ്രതിഷേധ യോഗങ്ങളിൽ ഞാൻ സംസാരിക്കാൻ സാധാരണ എഴുന്നേക്കാറുള്ളൂ. ഏതായാലും ജീവിതത്തിലെ പ്രതിഷേധ യോഗവുമായി ബന്ധപ്പെട്ട
ഒരു നല്ല അനുഭവമാണ്. പക്ഷെ പല ആളുകളുടെയും പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് കൊതി തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇത് അവതരിപ്പിക്കാമല്ലോ. പക്ഷെ ഒരു വിധത്തിലും എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഭാഷ ഇന്ന് അപൂർണമാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ ഭാഷയും എൻ്റെ ആ പ്രസംഗത്തിൻ്റെ വാഗ്ധോരണിയും ഒക്കെ അവിടെ വെച്ച് അല്ലാതെ ഏറ്റവും മോശമായി പോകുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ രണ്ട് പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ രണ്ട് പ്രതിഷേധ മഹായോഗങ്ങളിൽ പങ്കെടുത്തു. ഒരുപക്ഷെ ലോകത്തിലെ ഒരുപാട്, ഞാൻ എൻ്റെ ഇതിലൊരു പുസ്തകമുണ്ട്, ലോകത്തിലെ പ്രശസ്തമായ പ്രസംഗങ്ങൾ, മാർക്കാൻഡയുടെ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ പ്രസംഗം, ഡോക്ടർ രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു, അങ്ങനെ ആ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഒരിക്കലും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ രണ്ട് മഹത്തരമായ പ്രസംഗങ്ങൾ, അത് കേൾക്കാൻ ഇനി ആവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ ആവർത്തിക്കാൻ പറ്റുകയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയ രണ്ട് മഹത്തരമായ പ്രസംഗങ്ങളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഓർത്ത് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ആ ഒരു പ്രസംഗത്തിന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടാകണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.